പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 31 ഇന്നെൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ മുണ്ടുപറമ്പ് ANUP സ്കൂള്. ഇവിടെ ഞാൻ 1987 സ്കൂളിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം 34 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ വിരമിക്കുകയാണ്. 2021 മെയ് 31 ഞാൻ വിരമിക്കുന്നത്. എൻ്റെ മുൻകാലങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളൊരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിന്ന് പടിയിറങ്ങുന്നത്. ഏകദേശം 5000-ഓളം വിദ്യാർത്ഥികൾ ഈ കാലയളവിലൂടെ പഠിച്ചു പോയിട്ടുണ്ട്. അവരുടെ ഒക്കെ പഠന കാര്യത്തോടൊപ്പം തന്നെ പഠനത്തിന് ശേഷവും അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ 1987 ഞാനിവിടെ ജോലിയിൽ ജോയിൻ ചെയ്യുകയും 94 ഒരു വർഷം മലപ്പുറം മുനിസിപ്പൽ സാക്ഷരതാ കോർഡിനേറ്ററായി അവിടെ പോയി വർക്ക് ചെയ്യുകയുണ്ടായി. ആ സമയത്ത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ 99 പഞ്ചായത്തുകളിലും ഞാൻ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. ആ ക്ലാസ് എടുക്കാൻ പോയ സമയങ്ങളിൽ പല പഞ്ചായത്തുകളിലും കുടുംബശ്രീ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് അന്ന് ക്ലാസ് എടുക്കാൻ പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അതെൻ്റെ ജീവിതത്തിൽ വളരെ നല്ല ഒരു സംഘാടക മികവ് നേടിയെടുക്കാൻ എനിക്ക് അതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ 95 ഇവിടെ പ്രധാന അധ്യാപകനായി വരികയും അതിനുശേഷം പല പുതിയ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയും ചെയ്തു. നമുക്ക് 2002 നമ്മുടെ സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബും 2004 പ്രീ പ്രൈമറി ക്ലാസ്സുകളും അതുപോലെ തന്നെ ബാൻഡ് സെറ്റ്, സ്കൗട്ട്സ്, ഗൈഡ്സ്, കബ്ബ്, ബുൾബുൾ, JRC ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ മുണ്ടുപറമ്പ് UP സ്കൂളിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് ഇവിടുത്തെ അധ്യാപകർ, ഇവിടുത്തെ മാനേജർ, അന്നത്തെ മാനേജർ കുട്ടിയാക്ക, അതുപോലെ തന്നെ ഇപ്പോൾ മാനേജ്മെൻറ്റായിട്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ മറ്റുള്ള ആളുകൾ, അതുപോലെ തന്നെ നാട്ടുകാർ, എൻ്റെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ. എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് പഠനം പോയി കഴിഞ്ഞ കുട്ടികളെ ഏകദേശം ഒരു +2 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവരുടെ സുഹൃത്താണ്. ഞാൻ റോഡിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആളുകളോടും ആ ചെറുപ്പക്കാരുടെ കൂട്ടത്തിലുണ്ടാവും. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കുറച്ച് വയസ്സായ ആളുകളുടെ കൂടെ ആയിരിക്കും, ചിലപ്പോൾ കഴിയുമ്പോൾ മധ്യവയസ്കരുടെ കൂടെ ആയിരിക്കും. അങ്ങനെ എനിക്ക് ആരും ഒരു വ്യത്യാസമില്ല. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒരു വ്യത്യാസമില്ല. ജാതി ഏതാണെന്നോ പാർട്ടി ഒന്നും നോക്കാതെയാണ് ഞാൻ എല്ലാവരുടെ ഇടയിലും ഇടപഴകിയിട്ടുള്ളത്. ഇവിടെ നിന്ന് പിരിഞ്ഞു പോയാലും ഈ സ്കൂളിൻ്റെ പ്രവർത്തനവും മറ്റും ബന്ധപ്പെട്ട് എന്താവശ്യത്തിന് എന്നെ സമീപിച്ചാലും ഞാൻ അതിനൊക്കെ സദാസമയം തയ്യാറാണ്. ഇവിടത്തെ ഈ ഒരു അവസരത്തിൽ തന്നെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ 2005 സ്കൂൾ ജനറൽ കലണ്ടറായി വരുന്നത്. അതോടുകൂടി കുറേ കുട്ടികൾ, വളരെ കൂടുതൽ കുട്ടികൾ ഈ സ്കൂളിൽ വന്ന് ചേരുകയും ആദ്യം ഞാൻ ചാർജ് ഏറ്റെടുക്കുന്ന സമയത്ത് ഏകദേശം 500 കുട്ടികളാണ് ഈ സ്കൂളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പടിയിറങ്ങുമ്പോൾ 920 കുട്ടികളായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തന്നെയാണത്. കാരണം ഇത്രയും കുട്ടികളായി എന്നുള്ള ഒരു സന്തോഷമുണ്ട്. പിന്നെ പ്രവർത്തന മികവുകൾ കൊണ്ട് പല വ്യത്യസ്തമായ പ്രവർത്തന മികവുകൾ കൊണ്ട് എനിക്ക് രാഷ്ട്രപതിയുടെ പ്രതിഭാ പാട്ടീലിൻ്റെ കയ്യിൽ നിന്ന് മികച്ച അധ്യാപകരുള്ള ദേശീയ അധ്യാപക അവാർഡ് വാങ്ങിക്കാൻ സാധിച്ചു. അതോടനുബന്ധിച്ച് തന്നെ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നമ്മളിവിടെ നടത്തിയത് കൊണ്ട് സ്വീഡനിലും അതുപോലെ തന്നെ എത്യോപ്യയിലും പിന്നെ ബാങ്കോക്കിലും ശ്രീലങ്കയിലൊക്കെ പോകാൻ സാധിച്ചു. അതൊക്കെ ട്രെയിനിങ് ആയിരുന്നു. അതിൻ്റെ ഒക്കെ ട്രെയിനിങ്ങിൽ ഇന്ത്യയിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്തപ്പോൾ അതിലൊരാളെ എനിക്കാണ് ആ കിട്ടിയതെന്നുള്ളൊരു ഭാഗ്യം അതിലുണ്ട്. അത് കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു 42 പ്രതിനിധികൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ നമ്മുടെ സ്കൂള് പഠിക്കാനാണ് അവർ വന്നത്. അതും നമ്മുടെ ഈ സ്കൂളിൻ്റെ ചരിത്രത്തിലും എൻ്റെ ജീവിതത്തിലും മറക്കാനാവാത്ത അനുഭവമാണ്. അത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ എന്തൊരു പ്രവർത്തനം നമ്മളിവിടെ ഇട്ട് കഴിഞ്ഞാലും എൻ്റെ അധ്യാപകർ അത് സർവാത്മന സ്വീകരിക്കുകയും അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുകയും ചെയ്യും. ഇത്തരം ആളുകളുടെ അങ്ങനെയുള്ള ഒരു അധ്യാപകരുടെ കൂട്ടത്തിൽ നിന്ന് എനിക്ക് അവരെ നയിച്ചു കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ ഞാൻ വർക്ക് ചെയ്തു എന്നല്ല പറയുന്നത്, എൻ്റെ ഒപ്പം നിന്ന് അവരോടൊപ്പം നിന്ന് ഞാൻ വർക്ക് ചെയ്തു. എന്ത് കാര്യം എന്നോട് അവർ ചോദിക്കുകയാണെങ്കിലും പോസിറ്റീവ് തിങ്കിങ് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ, വേണ്ട എന്ന് പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും എന്നോട് എന്തും പറയാം. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ സ്കൂൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് മെയ് 31 ഞാൻ വിരമിക്കുകയാണ്. ഞാൻ വിരമിക്കുന്ന അവസരത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളെ ഇവിടുന്ന് പഠിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇനിയും ഒരു തലമുറക്ക് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇവിടെ നന്നായിട്ട് പഠിക്കാനും അതോടൊപ്പം ഇവിടുത്തെ അധ്യാപകർ നല്ല മികച്ച രീതിയിൽ അവരെ പെർഫോം ചെയ്ത് അവരെ പഠിപ്പിക്കാനും
അവർക്കൊക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി വിരമിക്കുന്ന അവസരത്തിൽ ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് ഈ സമയത്ത് ഞാൻ അവസാനമായി ചെയ്ത ഒരു പരിപാടി കൂടി നിങ്ങൾക്കൂടെ കാണാം. അതുകൂടി കണ്ടുകൊണ്ട് അവസാനിപ്പിക്കും. ഇതാണ് എൻ്റെ വീട്. ഈ വീടിൻ്റെ അടുത്തുനിന്ന് ഏകദേശം എനിക്കൊരു 10 മീറ്റർ എൻ്റെ സ്കൂളിലേക്ക് വരാനുള്ളൂ. അപ്പോൾ ഞാൻ എന്താണ് ചെയ്തതെന്ന് നമുക്കൊന്ന് കാണാം. നോക്കുക, ഇത് വിരമിക്കുന്നതിന് 2 ദിവസം മുമ്പ് ചെയ്ത ഒരു വർക്കാണ്. കുട്ടികൾക്ക് ഫലവൃക്ഷ തൈകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് എൻ്റെ 34 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് 34 തൈകൾ നട്ടുപിടിപ്പിച്ചത് പരിപാലിപ്പിക്കുക എന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷെ ഇവിടെ നമ്മുടെ സ്ഥലപരിമിതി മൂലം ഒരു 12ഓളം തൈകൾ വെക്കുകയും മറ്റുള്ളത് അധ്യാപകർക്ക് കൊടുത്ത് അധ്യാപകർ വീടുകളിൽ കൊണ്ടുപോയി വെക്കട്ടെ എന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വൃക്ഷ തൈകൾ, ഈ ഫലവൃക്ഷമാണിത്, പല വ്യത്യസ്തമായുണ്ട്. അതുപോലെ തന്നെ അടക്കാപ്പഴം, അതുപോലെ തന്നെ ചാമ്പക്ക, മാംഗോ, പല രീതിയിലുള്ള ഫലവൃക്ഷ തൈകളുണ്ട്. ഇനി ഇതൊക്കെ ഇവിടെ ഒരു ഇൻഷാ അല്ലാഹ് ഒരു 10-34 വർഷം ഇവയെ പരിപാലിക്കാനുള്ള ഒരു അവസരം കൂടിയും എനിക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം കുട്ടികൾക്ക് ഇത് കാരണം കുട്ടികൾ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫലവൃക്ഷ മാങ്ങയും അതുപോലെ തന്നെ അടക്കാപ്പഴവും ജാമ്പക്കയും ഇതൊക്കെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടാനും ഇതിനൊക്കെയുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ഒരു പരിപാടി കൂടി ഞാൻ വിരമിക്കുന്നതിൻ്റെ 2 ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു പരിപാടിയാണ്. ഇത്തരം ഒരു പരിപാടി കൂടി ചെയ്തുകൊണ്ടാണ് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നത്. ഇനിയുള്ള കാലത്ത് ഇവയൊക്കെ പരിപാലിച്ചുകൊണ്ടും പുറമേയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സഹായം ചെയ്തുകൊണ്ടും നിങ്ങളോടൊപ്പം തന്നെ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും. ഏത് സമയത്തും ഞാൻ ഉണ്ടായിരിക്കും. ഏതായാലും എല്ലാവർക്കും ഓക്കെ, താങ്ക് യു. ഇതുവരെ സഹായിച്ചതിനും നന്ദി. ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള വല്ല പ്രയാസങ്ങളും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് മാപ്പാക്കി തരണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ജയ് ഹിന്ദ്.